ഒരുപാട് ഈദുകൾ, നമ്മളെ സാധാരണ ഈദുൽ അദ്ഹയേക്കാളും നമ്മൾ ഈദുൽ ഫിത്തർ ആ ഒരു മാസം മുഴുവൻ മുഴുവൻ ഖുർആൻ ഓതും. നമ്മൾ ഫുൾ ഹൃദയം വളരെ ശുദ്ധീകരിച്ച് കൂടുതൽ സാധാരണ നമ്മൾ ഈദുൽ അദ്ഹ ഹജ്ജിന് പോയവർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യമുണ്ടാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈദുൽ ഫിത്തർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മാസം മുഴുവനായും നമ്മൾ ഖുർആനിലും നിസ്കാരത്തിലും പ്രാർത്ഥനയിലും അല്ലേ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടാവും, ശൈത്താനെ പിടിച്ച് കെട്ടിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെയൊക്കെ ഒരുപാട് കണ്ടുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഹദീസുകളും ഉണ്ട്, അതൊക്കെ സത്യമാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ശവ്വാൽ മാസപ്പിറവി കാണുമ്പോൾ നമുക്ക് ഈദിന്റെ ഒരു വെളിച്ചം നമ്മളിലേക്കുള്ള പകരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത് എൻ്റെ ഉമ്മ എനിക്ക് ഇട്ട് തന്ന മൈലാഞ്ചിയുടെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ച് മെന്റലി വല്ലാണ്ട് ഇതാവുകയാണെങ്കിലും ഞാൻ ഒരുപാട് മൈലാഞ്ചി എൻ്റെ കൈകളിൽ കല്യാണത്തിന്റെ സമയത്തും ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന സമയത്തും ഒരുപാട് വീട്ടില് കല്യാണങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് മൈലാഞ്ചി ഇടല് എൻ്റെ കൈകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ആ ഒരു ടൈമില് മൈലാഞ്ചി ഫോണുകൾ അത്ര അവൈലബിൾ അല്ല. അതായത് അതൊക്കെ ഇത്ര ടൈമിനുള്ളിലെ ഷോപ്പിൽ കിട്ടുള്ളൂ. ആ സമയത്തൊന്നും നമുക്ക് പോയിട്ട് വാങ്ങിക്കാനൊന്നും അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല, ഒപ്പം വിടാനാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു ടൈമായിരുന്നു. ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും എൻ്റെ ഇത്താത്തയും ആദ്യം തന്നെ മൈലാഞ്ചിയൊക്കെ അരച്ചു വെക്കും. നമുക്ക് കൂടെ ഹെൽപ്പിന് വരുന്ന നമ്മളെ ശാരദേച്ചിയും വേദിച്ചയൊക്കെ കൂടിയിട്ട് നമ്മളെ മൈലാഞ്ചിയൊക്കെ പറിച്ചു വന്ന് അമ്മയിൽ അരച്ചു വെക്കും. രാത്രി പടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീടൊക്കെ ക്ലീനാക്കി പെരുന്നാളാകുമ്പോൾ തലേന്ന് തന്നെ ഫുൾ റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ ഈർക്കിളി കൊണ്ട് എൻ്റെ ഉമ്മ എനിക്ക് താത്താക്കും നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലവറുകളും നല്ല ലീഫുകളും ഒക്കെ വരച്ചു തരായിരുന്നു. അത് ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമായിരിക്കും എൻ്റെ കൈകളിൽ ഉണ്ടാകുന്ന ചെറിയ മാഞ്ഞ കലകൾ മാത്രമായിരിക്കും. ഞാനത് ഉറക്കത്തെ ഫുള്ള് പോക്കിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനോളം ഭംഗി ആ ഒരു ഹൃദയസ്പർശിയായ എൻ്റെ ഉമ്മ എനിക്ക് ആ ചൂടോട് കൂടിയിട്ട് തന്ന ആ മൈലാഞ്ചി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അത് വേറെ തന്നെ ഒരു അനുഭവമാണ്. ഇന്ന് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഇല്ല. എല്ലാവരും ഉമ്മയില്ലാത്ത എല്ലാവർക്കും അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ഉമ്മയുള്ള ആളുകളെല്ലാവരും നോക്കി നിന്നാൽ പോലും കൂലിയുള്ളൊരു കാര്യമാണ്. എല്ലാവരും നോക്കി നിന്ന് കൂലിയെടുക്കുക. എൻ്റെ ഉമ്മാക്കും മരിച്ചുപോയ എല്ലാ ഉമ്മമാർക്കും ആഹാരം വെളിച്ചായിക്കൊട്ടെ, ചെയ്ത പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കിക്കൊട്ടെ. മാഷാ അല്ലാഹ്.